Hi guys, welcome to RevLimits. നമ്മൾ ഇന്നൊരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. സോ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ഡ്രൈവിംഗ് പഠിച്ച ഒരാളാണെങ്കിലോ നിങ്ങളൊരു ബിഗിനർ ആണെങ്കിലോ ഒക്കെ ഈ വീഡിയോ കാണാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം 10 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാളാണ്. സ്റ്റിൽ ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടി റിസർച്ച് നടത്തിയപ്പോൾ മനസ്സിലാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് കരുതുന്നു. ഇപ്പം എനിക്ക് ഒരുപാട് കമൻസ് ഇങ്ങനെ വരാറുണ്ട്, നീ ഓടിക്കുന്നത് ശരിയല്ല, ഇങ്ങനെയല്ല ഗിയർ മാറേണ്ടത്, ഇൻഡിക്കേറ്റർ ഇട്ടില്ല, ഓവർടേക്ക് ചെയ്താൽ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ എൻ്റെ വീഡിയോസിൽ കമൻസ് വരാറുണ്ട്. സോ അന്നേരം ഞാൻ കരുതി ഓക്കെ, ഇതിൻ്റെയൊക്കെ ഒരു സത്യാവസ്ഥ അറിയണമല്ലോ, എങ്ങനെയാണ് കറക്റ്റായിട്ട് ഓടിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യാമെന്ന് കരുതുന്നത്. ഓൾസോ കുറേ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു ട്യൂട്ടോറിയൽ ചെയ്യണം എന്നുള്ളത്. സോ ഇന്ന് നമ്മൾ കാറിൻ്റെ ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ട്യൂട്ടോറിയലാണ് ചെയ്യുന്നത്. ബൈക്സ് റിലേറ്റഡ് ആയിട്ടുള്ള റോഡ് റൂൾസ് കാര്യങ്ങൾസ് എല്ലാം സെയിം ആയിരിക്കും, പക്ഷേ എസ്പെഷ്യലി കാർ എങ്ങനെ ഓടിക്കാം എന്നുള്ളതായിരിക്കും നമ്മൾ പ്രധാനമായിട്ടും നോക്കുക. അതുപോലെ ഒരു ബേസിക് മാനേഴ്സ്, അന്നേരം പല ചാപ്റ്റേഴ്സ് ആയിട്ടായിരിക്കും ഇത് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ടു ഡ്രൈവിംഗ്, പിന്നെ ബേസിക് ടെക്നിക്സ്, ഡിഫെൻസീവ് ഡ്രൈവിംഗ്, ഇതിനെ പറ്റിയൊക്കെ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ആയിട്ടും പല സീരീസ് ആയിട്ടായിരിക്കും ഈ ഒരു വീഡിയോസ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ നാട്ടിലെ ഡ്രൈവിങ്ങിൻ്റെ പ്രധാന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് റോഡ്സിൽ കീപ്പ് ചെയ്യേണ്ട ഒരു ബേസിക് മാനേഴ്സോ, എങ്ങനെ ഒരു റോഡിൽ കൂടെ ഓടിക്കണമെന്നോ, അത് അവിടെ കാണുന്ന റോഡിലെ സിമ്പിൾസ്, സിഗ്നൽസ്, സൈൻസ്, ഇതൊന്നും റീഡ് ചെയ്യാനോ അതേപോലെ ചെയ്യാനോ അറിയത്തില്ല. പിന്നെ ഇന്ത്യയിലെ ആൾക്കാർക്ക് ഓക്കെ ഇതിപ്പോൾ പാലിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ധാരണയുണ്ട്. ഓൾസോ അത് പോലീസ് പിടിക്കാനൊക്കെ ഉള്ള സാധ്യത കുറവാണെന്നൊക്കെ ഉള്ളൊരു ധാരണ വെച്ചിട്ട് എല്ലാവരും റോഡിൽ തോന്നിയ പോലെ ഓടിക്കുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത്. സോ അതിന് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പം ലേണേഴ്സ് അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുന്ന സമയത്ത്, ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്തൊക്കെ ജസ്റ്റ് ലേണേഴ്സ് പാസ്സാവാൻ വേണ്ടിയിട്ട് അറിയേണ്ട കുറച്ച് റൂൾസ് മാത്രം പഠിച്ചാൽ മതി. അല്ലാതെ നമുക്ക് കാര്യമായിട്ടുള്ള റോഡിൽ പാലിക്കേണ്ട എല്ലാ നിയമങ്ങളും അരച്ച് കലക്കി കുടിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോഡിൽ കാണുന്ന പല വാർണിങ്സും സിമ്പിൾസും അല്ലെങ്കിൽ റോഡ് റൂൾസും നമുക്ക് പാലിക്കേണ്ട ആവശ്യം വരുമ്പോൾ അതെന്താണെന്ന് മനസ്സിലാവാത്ത ഒരു സിറ്റുവേഷൻ വരും. സോ ലൈസൻസ് ഇല്ലാത്ത ആൾക്കാരോ കുട്ടികളോ ഒന്നും ഈ ട്യൂട്ടോറിയൽ കണ്ടിട്ട് വീട്ടിലുള്ള വണ്ടി എടുത്ത് അങ്ങ് ഓടിച്ചു നോക്കാൻ തരുന്നരുത്. എപ്പോഴും മുതിർന്ന ഒരാളുടെ ഒബ്സർവേഷനിൽ മാത്രം വണ്ടി പരിശീലനം നേടുക. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ വണ്ടിയെ മനസ്സിലാക്കുക എന്നുള്ളത്. സോ നമുക്ക് പുറത്തുനിന്ന് തന്നെ തുടങ്ങാം വണ്ടിയെക്കുറിച്ച്. സോ നമ്മളിന്ന് ഡ്രൈവ് ചെയ്യാൻ പോകുന്നത് 2016 മോഡൽ സ്വിഫ്റ്റ് ZDA ആണ്. ഇതൊരു ഡീസൽ വെഹിക്കിളാണ്, 5 സ്പീഡ് മാനുവലാണ്. സോ ഇതാണ് ഇതിൻ്റെ കീ ഫോബ് വരുന്നത്. ഇതൊരു കീലെസ് എൻട്രി, പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന ഒരു സിസ്റ്റമുള്ള വെഹിക്കിളാണ്. നമുക്ക് കീ യൂസ് ചെയ്ത് അൺലോക്ക് ചെയ്യാം. ഓൾസോ നമുക്ക് ഇവിടുത്തെ സ്പീക്കേഴ്സ്, സെൻസേഴ്സ് യൂസ് ചെയ്ത് ഇത് അൺലോക്ക് ചെയ്യാം. നമുക്ക് ബേസിക് കൺട്രോൾ സിസ്റ്റംസ് വരുന്നത് പ്രധാനമായിട്ട് സ്റ്റിയറിംഗ് വീലാണ്. ഇതാണ് നമ്മുടെ ഡയറക്ഷനെ കൺട്രോൾ ചെയ്യുന്നത്. പിന്നെ നമുക്ക് താഴെയായിട്ട് ആക്സിലേറ്റർ, ബ്രേക്ക്, ക്ലച്ച്, അങ്ങനെ 3 പെഡൽസ് വരുന്നുണ്ട്. ഇപ്പം മെയിൻലി 2 ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻസ് ആണ് വരുന്നത്, ഓട്ടോമാറ്റിക് ആൻഡ് മാനുവൽ. ഇതൊരു 5 സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷൻ ആണ്. ഇത് കൂടാതെ ഇപ്പം ക്ലച്ച്ലെസ് മാനുവൽ ട്രാൻസ്മിഷൻസ് ഒക്കെ വരുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഓട്ടോമാറ്റിക്കിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്മിഷൻസൊക്കെ പിന്നീട് കിടക്കാം. സോ ഇപ്പോൾ നമുക്ക് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുവാണെങ്കിൽ, ഇതിൻ്റെ അകത്ത് ജസ്റ്റ് പുഷ് ബട്ടൺ നമ്മൾ ഞെക്കിക്കഴിഞ്ഞാൽ ഇത് ഓൺ ആവത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ക്ലച്ച് ഇൻ്റർലോക്ക് സിസ്റ്റം ഉണ്ട്. ഈ ഇൻ്റർലോക്ക് സിസ്റ്റം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഗിയറിൽ എൻഗേജ്ഡ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും വണ്ടി മുമ്പോട്ട് ചാടി പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ്. സോ നമുക്ക് അങ്ങനൊരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ക്ലച്ച് ഇൻ്റർലോക്ക് സിസ്റ്റം എന്ന് പറയുന്നൊരു സാധനം എൻഗേജ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ ക്ലച്ച് പ്രസ് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു ഗ്രീൻ ഇൻഡിക്കേഷൻ കാണാം. ഈ ഇൻഡിക്കേഷൻ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻജിൻ സ്റ്റാർട്ട് ആകത്തുള്ളൂ. സോ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എൻഷുർ ചെയ്യേണ്ട മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഡോർസൊക്കെ ക്ലോസ്ഡ് ആണോ എന്ന് നോക്കുക. അത് നമുക്ക് ഡോർ ഇപ്പോൾ ഓപ്പൺ ആണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരു റെഡ് ഇൻഡിക്കേഷൻ കാണും. സോ എല്ലാ ഡോറും വിൻഡോസൊക്കെ ക്ലോസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് കാര്യം എൻഷുർ ചെയ്യുക. വണ്ടി ന്യൂട്രൽ ആണോ എന്ന് ചെക്ക് ചെയ്യുക. സോ ഇതൊരു H ടൈപ്പ് ട്രാൻസ്മിഷൻ ആയതുകൊണ്ട് തന്നെ ഇതിനൊരു ഒരു പിൻ ഉണ്ടായതുകൊണ്ട് ഇതെപ്പോഴും നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും നടുക്ക് വന്നിരിക്കും. സോ നമുക്ക് ഈ
ജിഗിൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് ന്യൂട്രൽ ആണോ അല്ലയോ എന്ന് എൻഷുർ ചെയ്യാൻ പറ്റും. സോ ഇതിന് ന്യൂട്രൽ ജിഗിൾ എന്ന് പറയും. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾ സീറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കും ഒരുപാട് നമ്മൾ സ്റ്റിയറിംഗ് നെഞ്ചത്തിരിക്കുന്ന രീതിയിൽ ഈ ഒരു രീതിയിൽ ഇരിക്കാതെയോ, അപ്പം അതേപോലെ തന്നെ നമുക്ക് പ്രോപ്പറായിട്ട് ഈ ബാക്ക് സൈഡും അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസിലെ പോലെ ഇങ്ങനെയും ഇരിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോ നമുക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് സീറ്റ് എത്തിക്കുക, നമ്മുടെ കാലൊക്കെ പ്രോപ്പറായിട്ട് റീച്ച് ചെയ്യുക. അതുപോലെ നമുക്ക് കൈയും നല്ല സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത്, നമുക്ക് അത്യാവശ്യം ഫ്ലെക്സിബിളായിട്ട് കൈ എത്തുന്ന രീതിയിലും വേണം നമ്മുടെ സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. മിറേഴ്സിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സ്വിച്ചസ് വരുന്ന ഇതാണ്. സോ നമുക്ക് ഇതിനൊരു ഇലക്ട്രോണിക് മിറേഴ്സാണ് വരുന്നത്. അപ്പോൾ മിറേഴ്സ് എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ലെഫ്റ്റ് റൈറ്റ് നമുക്ക് തിരിക്കാൻ പറ്റും. ഇപ്പോൾ റൈറ്റിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ക്വാർട്ടർ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ബോഡി കാണണം, ഓൾമോസ്റ്റ് അത്യാവശ്യം ആകാശം കാണണം, എന്നാൽ ബ്ലൈൻഡ് സ്പോട്ട് ഇല്ലാത്ത രീതിയിൽ നമ്മളത് സെറ്റ് ചെയ്യണം. ഈ ഒരു കണക്കുകൂട്ടൽ വേണം മിറേഴ്സ് സെറ്റ് ചെയ്യാനായിട്ട്. സിമിലർ രീതിയിൽ നമ്മുടെ ഇൻറ്റേർണൽ റിയർ വ്യൂ മിറേഴ്സും പ്രോപ്പറായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം വേണം മാത്രം നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പലരും സൈഡ് മിറേഴ്സൊക്കെ ഇങ്ങനെ വെച്ച് ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ഓടിക്കുന്ന പല വെഹിക്കിൾസിനെ നമുക്ക് കാണാം റോഡിൽ. അപ്പോൾ ഇതൊക്കെ ഓപ്പൺ ചെയ്തിട്ടിട്ട് വേണം ഓടിക്കാനായിട്ട്. സോ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ വാഹനം ഓടിക്കുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിലായിട്ട് നമുക്കിത് വാഹനം എങ്ങനെ മുമ്പോട്ട് ഓടിക്കാമെന്നും എങ്ങനെ അതിനെ സ്റ്റോപ്പ് ചെയ്യാം എന്നൊക്കെ ഉള്ളത് പഠിക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആണെന്ന് കരുതുന്നു. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.